താനിവിടെ പ്രഭുവാണെങ്കിൽ പിന്നെ ഞാൻ ആരടോ? ഉടൻ തന്നെ കൊട്ടാരത്തിന്റെ മതിലുകളെല്ലാം പൊളിച്ചു കളയാൻ ഏർപ്പാട് ചെയ്യൂ. ഇനിയും അവന്മാർ എവിടെ ഏണി ചാരുമെന്ന് ഞാനൊന്ന് കാണട്ടെ. മന്ത്രി, എന്നിട്ട് പറയൂ, നമ്മുടെ ഖജനാവിന് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കാൻ പ്രഭു? ഖജനാവ് സൂക്ഷിപ്പുകാരൻ മാണിത്തമ്പുരാൻ സ്ഥാനഭ്രഷ്ടനായപ്പോൾ ഖജനാവ് കാലിയായിരുന്നു പ്രഭു. പ്രഭു, ഒരു സങ്കടം. ഉണർത്തുവാനുണ്ടല്ലേ? ഉണർത്തിക്കോ ഉണർത്തിക്കോ. കഴിഞ്ഞ മാസത്തെ ശമ്പളം 500 പൊൻപണം കിട്ടിയില്ല. എന്താ മന്ത്രി പറഞ്ഞത്? കേട്ടില്ലല്ലോ. കഴിഞ്ഞ മാസത്തെ ശമ്പളം 500 പൊൻപണം കിട്ടാനുണ്ട്. കേൾക്കുന്നില്ല മന്ത്രി. ഒരു കാര്യം ചെയ്യൂ, മറ്റേ ചെവിയിൽ വന്ന് പറയൂ. ശമ്പള കുടിശ്ശിക 3000 പൊന്മണം കിട്ടാനുണ്ട്. തീരെ കേൾക്കുന്നില്ലല്ലോ മന്ത്രി. ഒരു കാര്യം ചെയ്യൂ, 500 ചെവിയിൽ വന്ന് പറയൂ. രാജൻ, കൊട്ടാര പണ്ഡിതൻ അച്ചു അയ്യർ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. അതെയോ? കടന്നു വരാൻ പറയൂ. അച്ചു അയ്യർ, താങ്കൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഭരണത്തിൽ നമ്മെ സഹായിക്കാനാണ് ഭരണപരിഷ്കാര കമ്മീഷനെ നാം നിയമിച്ചിരിക്കുന്നത്. പദവി തീരുമാനമായെങ്കിലും ക്യാബിനറ്റ് റാങ്കും ബംഗ്ലാവും കാറും ഒക്കെ കിട്ടാനുണ്ട്. ഇത്രയും നാളും എന്നെ അതാക്കാം ഇതാക്കാമെന്ന് പറഞ്ഞ് എനിക്കിട്ടാക്കിയതുപോലെ ആക്കിയതുപോലെ ഇനിയും ആക്കാനാണോ രാജൻ അങ്ങയുടെ പദ്ധതി? അത് പിന്നെ അങ്ങ് വന്ന കാര്യം പറഞ്ഞില്ല. മന്ത്രി, നമ്മുടെ നാടിന്റെ അവസ്ഥ രാജനോടൊന്ന് ഉണർത്തിച്ചാലും. പ്രഭു, കോലത്തിരി സാമ്രാജ്യം മുഴുവൻ കഠിന ചൂടിനാൽ വെന്തുരുകുന്നു. കാലികൾക്കും മാടുകൾക്കും തിന്നാൻ ഒരു പിടി ആഫ്രിക്കൻ പായൽ പോലുമില്ല. പുഴകൾ വറ്റി വരണ്ടിരിക്കുന്നു. സമൃദ്ധമായ പാടശേഖരങ്ങൾ തേക്കിൻകാട് മൈതാനി പോലെ ശൂന്യമായിരിക്കുന്നു. പടിഞ്ഞാറ് നിന്ന് ഗ്രാമവാസികൾ പട്ടയം കിട്ടാത്തതുകൊണ്ട് കൊട്ടാരം വക റബ്ബർ തോട്ടത്തിൽ കുടിയിരിപ്പ് ആരംഭിച്ചു. മഴമേഘങ്ങൾ വഴിതെറ്റിയ മലേഷ്യൻ വിമാനം പോലെ അയൽ രാജ്യത്ത് പോയി പെയ്യുന്നു. നാടാകെ അതിദുരിതത്താൽ നശിക്കുന്നു രാജൻ, നശിക്കുന്നു. നിർത്തൂ അച്ചു അയ്യർ, ഇതിനെന്താണ് ഒരു പരിഹാരം? നമുക്ക് ഋഷിരാജ സിംഗിനെ കൊണ്ടുവന്ന് മഴ പെയ്യിച്ചാലോ? ഋഷിരാജ സിംഗ് അല്ല, ഋഷിശൃംഗ മാമുനി. വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണെങ്കിൽ അപ്പറഞ്ഞതിലും കാര്യമുണ്ട് രാജൻ. വിദഗ്ധാഭിപ്രായം തേടേണ്ടിയിരിക്കുന്നു. പണ്ട് കേരള നാട്ടിൽ സോളാർ മഴ പെയ്യിച്ച നമ്മുടെ മഹാമുനിയെ എനിക്കറിയാം. അദ്ദേഹം ഇപ്പോൾ പുതുപ്പള്ളിക്കാട്ടിൽ തപസ്സിലാണ്. ആരവിടെ? ഞാൻ ഇവിടെ പ്രഭോ. മഹാമുനിയെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഒരു മഹായാഗത്തിനായി ചോളത്തിരി മഹാരാജ്യം ഒരുങ്ങട്ടെ.
മഹാരാജൻ, ഈ നാടിന്റെ വികസനം തുടങ്ങേണ്ടത് ഈ അന്തഃപുരത്തിൽ നിന്നല്ല, നമ്മുടെ പ്രജകൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ്. മാലിന്യ സംസ്കരണവും ഊർജ സംരക്ഷണവും നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ നിന്നാണ്. മഴവെള്ള സംഭരണവും അടുക്കള കൃഷിയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുന്ന പാറമടകളെ നിയന്ത്രിക്കാൻ ആർജവമുള്ള മന്ത്രിമാരുണ്ടാവണം. പുഞ്ചപ്പാടങ്ങളെ നികത്തി ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഭൂമാഫികളെ കയ്യാമം വയ്ക്കുവാൻ വിളംബരമുണ്ടാവണം. തരിച്ചുകിടക്കുന്ന പാടശേഖരങ്ങളിൽ നൂറുമേനി വിളയിക്കാൻ കൃഷികളുണ്ടാവണം. ജലവും വായുവും ജീവനാഡികളായി കണ്ട് പ്രജകൾ സംരക്ഷിക്കണം. ജൈവ കൃഷികളാലും വനവൽക്കരണത്താലും നമ്മുടെ നാട് പച്ചപ്പണിയട്ടെ. അങ്ങനെ ഈ നാട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാകും. മനുഷ്യൻ മനുഷ്യനോടെന്ന പോലെ അവൻ പ്രകൃതിയെയും കൂടപ്പിറപ്പായി കാണണം. കരുണയും സഹാനുഭൂതിയും അവനിൽ നിന്നൊഴുകണം. ഒരു പറുദീസ അനുഭവത്തിലേക്ക്, പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് അവൻ ഒന്ന് തിരിഞ്ഞു നടക്കണം. പ്രകൃതി, അവൾ അമ്മയാണ്. നാട്ടിൽ പുതുവസന്തം തീർക്കണം. ഇനി വരും നീ നാളിൽ നാട്ടിൽ പുതുവസന്തം തീർക്കണം. നാടും നഗരവും വീടും കാടുകൾ തേടി ഹരിതമായി മാറ്റിടാം. നാടും നഗരവും വീടും കാടുകൾ തേടി ഹരിതമായി മാറ്റിടാം. നാളെയുടെ നൽഭാവിക്കായി ഒരു മരം വരമാക്കണം. നാളെയുടെ നൽഭാവിക്കായി ഒരു മരം വരമാക്കണം. നിറങ്ങൾ നിറയും ഭൂതലം വസന്തമിങ്ങും വന്നിടും. നിറങ്ങൾ നിറയും ഭൂതലം വസന്തമിങ്ങും വന്നിടും. ഇനി വരും നീ നാളിൽ നാട്ടിൽ പുതുവസന്തം തീർക്കണം. വികസനം അതു മർത്യ മനസ്സിൽ അതിരിൽ നിന്നു തുടങ്ങണം. വികസനം അതു മർത്യ മനസ്സിൽ അതിരിൽ നിന്നു തുടങ്ങണം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കാക്കിടാ. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കാക്കിടാ. ഇനി വരും നീ നാളിൽ നാട്ടിൽ പുതുവസന്തം തീർക്കണം. ഇനി വരും നീ നാളിൽ നാട്ടിൽ പുതുവസന്തം തീർക്കണം. എന്റെ ദൈവമേ, ആ രോദനം നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ കാതുകൾ കുട്ടിയടയ്ക്കപ്പെടുന്നു. അതെ, ഭൂമിയിൽ പിറക്കാൻ കൊതിച്ച കുഞ്ഞു മാലാഖമാരാണവർ. അവർ ജീവനു വേണ്ടി നിലവിളിക്കുന്ന ശബ്ദമാണത്.
നിന്റെ ഇടപെടൽ അതിര് കടക്കുന്നു. ജന്മം കൊടുക്കുന്ന ഞങ്ങൾ മാതാപിതാക്കൾക്കാണ് അവകാശം. മക്കൾ ജനിക്കണോ വേണ്ടയോ എന്ന തീരുമാനം. വളരെ ശരിയാണ് നീ പറഞ്ഞത്. ഇക്കാലത്ത് ജനിക്കുന്നതിന് മുമ്പേ കുട്ടിയേതെന്ന് അറിയാനുള്ള സംവിധാനം തന്നെ അതിന് ജന്മം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ്. കുട്ടിയുടെ കരച്ചിൽ കേട്ടത്രേ, കരച്ചിൽ. ഇവൻ ശരിക്കും നമ്മുടെ കണ്ണ് മൂടിക്കെട്ടുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇവൻ കോടാലി വെക്കുന്നത്. സ്വാതന്ത്ര്യം ജന്മം നൽകുന്നത് പരമകാരുണ്യവാനായ ദൈവമാണ്. നീയൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രം. ദൈവത്തിന്റെ വലിയ ദാനമായ ഉദരഫലത്തോട് കാരുണ്യം കാട്ടാത്തവർ ദൈവസ്നേഹത്തിനും ദൈവകാരുണ്യത്തിനും അർഹരല്ല. നിങ്ങൾ കേൾക്കുന്നില്ലേ? അമ്മേ, ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ നിന്റെ ജീവനാണ്. എനിക്ക് ജീവനുണ്ടമ്മേ. എനിക്ക് അവയവങ്ങളെല്ലാം ഉണ്ടമ്മേ. എന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി ഇന്ന്. എനിക്ക് ജീവനുണ്ടമ്മേ. നിന്റെ ഹൃദയസ്പന്ദനം എനിക്ക് എത്ര ഇഷ്ടമാണെന്നോ. നിന്റെ ഓരോ ഹൃദയമിടിപ്പും എനിക്ക് താരാട്ടാണ്. അമ്മയ്ക്കറിയുവോ, ഞാനിപ്പോ കൈ കുടിക്കാൻ പഠിച്ചമ്മേ. നിനക്കെന്നെ കാണാൻ കഴിയുമെങ്കിൽ നീ പറഞ്ഞേനെ ഞാൻ എത്ര സുന്ദരിയാണെന്ന്. ഞാൻ സുരക്ഷിതയാണമ്മേ ഇവിടെ. അമ്മയുടെ ചൂട് പറ്റിക്കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വം. എനിക്കിവിടം വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹമില്ല. എങ്കിലും ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കാൻ, അമ്മയുടെ ചൂട് പറ്റിക്കിടക്കാൻ. അമ്മേ, നിനക്കറിയാമോ, ഞാൻ പെൺകുട്ടിയാണ്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ അമ്മ സന്തോഷവതിയാണെന്ന്. എൻ്റെ അമ്മ എപ്പോഴും സന്തോഷവതിയായിരിക്കണം. അമ്മേ, എനിക്കിപ്പോൾ ശബ്ദങ്ങൾ കേൾക്കാം. ഞാൻ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി അമ്മേ. എന്താ അമ്മേ അമ്മയുടെ സ്വരത്തിലൊരു വിഷമം? നീ ദുഃഖിതയായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അമ്മേ. അതെനിക്കും വലിയ വിഷമമാണ്. അമ്മയ്ക്ക് കേൾക്കാൻ കഴിയുകയില്ലെങ്കിലും അമ്മയോടൊപ്പം ഞാനും കരയുകയാണമ്മേ. അമ്മേ, നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു രഹസ്യം പറയട്ടെ. എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ, ഒത്തിരി ഇഷ്ടമാ. അമ്മേ അറിഞ്ഞോ, എനിക്ക് മുടി കിളിച്ചമ്മേ. അത് വളരാൻ തുടങ്ങി. ഇപ്പോ ഞാൻ കൈകളും കാലുകളും ഇളക്കി തുടങ്ങി. ഇപ്പോ കാലിൽ ചവിട്ടി പൊങ്ങാൻ തുടങ്ങിയമ്മേ ഞാൻ. അമ്മേ, അത് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങിയോ? നിന്റെ കവിളിൽ ഒരു ഉമ്മ തരാൻ എനിക്ക് കൊതിയായമ്മേ. ഇന്ന് എൻ്റെ അമ്മ ഡോക്ടറെ കാണാൻ പോയല്ലേ. അമ്മയോട് അയാൾ കള്ളം പറഞ്ഞല്ലേ, ഞാനൊരു ഭ്രൂണമാണെന്ന്, ഞാൻ ബേബിയല്ലെന്ന്. അമ്മേ, ഞാൻ ജീവനുള്ള ബേബിയാണമ്മേ. സത്യമായിട്ടും ഞാൻ ജീവനുള്ള ബേബിയാണമ്മേ. എനിക്ക് ചിന്തിക്കാൻ കഴിയും. എനിക്കെല്ലാം അറിയാൻ കഴിയും. എന്താണമ്മേ ഈ അബോർഷൻ എന്ന് പറഞ്ഞേ? ഓ, അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് അമ്മയുണ്ടല്ലോ. അമ്മയാണ് എൻ്റെ സ്വപ്നങ്ങളിൽ. അമ്മേ, ആ ഡോക്ടറിന്റെ സ്വരമല്ലേ?
അയാൾ എന്താണ് പറയുന്നത് അമ്മേ? അമ്മേ, എനിക്ക് പേടിയാവുന്നമ്മേ. എന്തോ അകത്തേക്ക് വരുന്നല്ലോ. അമ്മേ, നിർത്താൻ പറയമ്മേ. എനിക്ക് ശ്വാസം മുട്ടുന്നമ്മേ. ഡോക്ടർ പറയുന്നു സൂചി, കത്രിക. അമ്മേ, എനിക്ക് ശ്വാസം മുട്ടുന്നമ്മേ. അമ്മേ, എന്നെ കൊല്ലല്ലേ അമ്മേ. അമ്മേ, എന്നെ കൊല്ലല്ലേ അമ്മേ. ചുരം